ഹായ് സുഹൃത്തുക്കളെ, ഇത് വൈകുന്നേരങ്ങളിൽ നോമ്പ് തുറക്കാൻ പള്ളിയിലെത്തുന്ന ആളുകൾക്കുള്ള നോമ്പ് തുറയുടെ ഭാഗമായിട്ടുള്ള ഒരു വിരുന്നാണ്. ഇത് കാഴ്ചയിൽ തീരെ കുറഞ്ഞുപോയി എന്ന് ചിലർക്ക് തോന്നാം. എന്നാൽ ഇതുപോലെ എല്ലാ ദിവസങ്ങളിലും ഒരിക്കൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാമ്പത്തികമായിട്ട് വളരെയധികം ചിലവുണ്ട്. കാരണം എല്ലാ ദിവസങ്ങളിലും ഇതുപോലെ നോമ്പ് തുറ വിരുന്ന് ഒരുക്കാറുണ്ട്. ഇത് വളരെയധികം പുണ്യകർമ്മമാണ്, പുണ്യകാര്യമാണ്. കാരണം പല സ്ഥലത്ത് ജോലിക്ക് പോയവരും ജോലി കഴിഞ്ഞ് വരുന്നവരും യാത്ര ചെയ്യുന്നു വരുന്നവരും എല്ലാവർക്കും വീട്ടിൽ കൃത്യമായി എത്താൻ കഴിഞ്ഞ് എന്ന് വരില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു അനുഗ്രഹമാണ്. കടകളിൽ ജോലിക്ക് പോകുന്നവർക്കും ഇതൊരു അനുഗ്രഹമാണ്. ഈ സമയങ്ങളിൽ കൃത്യമായി വീട്ടിലെത്താൻ കഴിയില്ല. അപ്പോൾ എല്ലാം കൊണ്ടും ഇതൊരു നല്ല കാര്യമാണ്. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായി ചില ആളുകൾ ഈ നോമ്പ് തുറയിൽ ഒതുങ്ങി നിൽക്കാറുണ്ട്. ഈ നോമ്പ് തുറ ഒരുക്കുന്നതും സാമ്പത്തിക ചെലവുകൾ എടുക്കുന്നതും പ്രായമായവരും ചെറുപ്പക്കാരും എല്ലാവരും കൂട്ടി യോജിച്ചാണ് ചെയ്യുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായി ഈ നോമ്പ് തുറയിൽ ഒതുങ്ങി നിൽക്കാറുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് യാദൃശ്ചികമായി ഞാൻ ഒരാളെ പരിചയപ്പെടാനിടയായി. കുറച്ച് പ്രായമായ ആളാണ്. പല കാര്യങ്ങളും സംസാരിച്ചതിനിടയ്ക്ക് നോമ്പ് തുറയെപ്പറ്റിയും സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നോമ്പ് തുറക്കാൻ പള്ളിയിലേക്ക് പോകും. പള്ളിയിൽ നിന്നും കിട്ടുന്ന നോമ്പ് തുറയുടെ ഭാഗമായിട്ടുള്ള കിട്ടുന്ന ഭക്ഷണം, അതിൻ്റെ ചെറിയൊരു പങ്ക് ഞാൻ വീട്ടിലേക്കും കൊണ്ടുവരും. ഞങ്ങൾ വീട്ടിൽ 2 പേരാണ് ഉള്ളത്. കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക ശേഷി ഉള്ള ആളല്ല ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ കുറച്ച് സങ്കടം തോന്നി. കാരണം അങ്ങനെയുള്ള ആളുകളും നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോഴിത് പറയാനുള്ള കാരണം, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നോമ്പ് തുറയുടെ ഭാഗമായിട്ട് ലാവിഷമായി ഉണ്ടാക്കുന്ന ഭക്ഷണ രീതികളുണ്ടല്ലോ, അതൊന്നും സോഷ്യൽ മീഡിയയിലൂടെയും വാട്സപ്പിലൂടെയും പരസ്യം ചെയ്യരുത്. അതായത് അത് മറ്റുള്ളവർ കാണാനുള്ള ഇട നമ്മളായിട്ട് ഒരുക്കരുത് എന്നാണ് പറഞ്ഞത്. കാരണം ചില ആളുകളുടെ സാമ്പത്തിക ശേഷി നമ്മൾ കരുതുന്നതിലും എത്രയോ താഴെയാണ്. അവർക്കൊന്നും ഇതുപോലെ പോലും ഒരുക്കാൻ കഴിയാതെ വരും. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മളിടുന്ന ആ പോസ്റ്ററുകൾ, നമ്മളിടുന്ന ആ വിഭവങ്ങൾ കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നും. അത് ചിലപ്പോൾ കുട്ടികളായിരിക്കും കാണുന്നത്. ഒരു കുട്ടി പോലും നമ്മൾ കാരണം വേദനിക്കാൻ ഇടവരുത് എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞു വന്നത്. താങ്ക്സ്.